ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചീര നടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. ഒരേ ഒരു പാക്കറ്റ് വിത്ത് വാങ്ങിച്ച് നട്ടതാണ് കേട്ടോ. എല്ലാം നല്ല ചുവന്ന നല്ല ചീരയായിട്ട് നിൽപ്പുണ്ട്. എനിക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. ഈ സമയം എന്ന് വെച്ചാൽ ചീരയൊക്കെ നടാൻ പറ്റിയൊരു സമയമാണ്. നമ്മളുടെ അപ്പുറം ഇപ്പുറമുള്ള എല്ലാവരും കൃഷികളിലാണ് കേട്ടോ. എൻ്റെ ചീര കണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. നല്ല ചുവന്ന നല്ല വരിപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ചീര ഇങ്ങനെ വളർന്ന് നിൽക്കുന്നുണ്ട്. കൃഷിയെ സംബന്ധിച്ച് എനിക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും മണ്ണിനെ നമ്മൾ സ്നേഹിച്ചാൽ അത് തിരിച്ച് സ്നേഹിക്കുന്നതാ നമ്മളെ കാണിച്ചു തന്നേക്കാണ് കേട്ടോ. നമുക്കൊന്ന് ചീര വിത്ത് 2-4 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നടാം കേട്ടോ. അപ്പോൾ അധികം കല്ലും കട്ടയും ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നോക്കി നമ്മൾ നടന്നേച്ചു. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ മൊത്തം പാറ ആയതുകൊണ്ട് അങ്ങനത്തെ മണ്ണൊന്നും കിട്ടാൻ വഴിയില്ല. ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ഈ മണ്ണൊന്ന് കിളച്ചെടുക്കുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ കരിങ്കല്ലിൻ്റെ മണ്ണില്ലേ, അങ്ങനത്തെ മണ്ണാണ്, പാറ മണ്ണുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കൊട്ട നിറച്ചും മണ്ണെടുത്തിട്ടുണ്ട്. പിന്നെ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ ഒരു ചാക്കിലാണ് കേട്ടോ നമ്മൾ മണ്ണും വളവും ഒക്കെ കൂടി മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന മണ്ണിൽ വല്ല കട്ടയോ വേരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ചീരക്ക് വളരാൻ ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ വിത്ത് വാങ്ങാൻ പോയപ്പോൾ ഇച്ചിരി ആർഭാടമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ചകിരിച്ചോറ് കമ്പോസ്റ്റും കൂടി വാങ്ങിച്ചിട്ടോ. അത് നല്ല രീതിയിൽ മണ്ണിലൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ നമ്മുടെ ചാണകപ്പൊടിയും ചകിരിച്ചോറ് കമ്പോസ്റ്റും മണ്ണും ഒക്കെ കൂടി കുഴച്ച് വെച്ചിട്ടുണ്ട്. അതാ ഒരു ട്രേയിലാണ് നമ്മൾ ചീരവിത്ത് നടുന്നത് കേട്ടോ. അത് ചേട്ടായുടെ പണ്ടത്തെ മീൻ വെട്ടിയുടെ ട്രേ ആയിരുന്നു. അപ്പോൾ ആ ട്രേ നിറച്ച് ഞാൻ മണ്ണെടുത്തു. ബാക്കി മണ്ണും കൂടി ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേറെ ഒരു ട്രേയും കൂടി നമ്മൾ എടുത്തു കേട്ടോ. അതായത് റബ്ബർ ഷീറ്റ് അടിക്കുന്ന ട്രേ ആണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ വിത്ത് പാകുകയാണ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇങ്ങനെ വിത്ത് പാകരുത്, നല്ലൊരു ചരൽ മണ്ണ് പോലത്തെ മണ്ണുണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു ഉണക്ക മണ്ണായാലും കുഴപ്പമില്ല. വിത്തുകളൊക്കെ കൂടി കൂട്ടിപ്പിടിച്ചിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ പാകുമ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് തൈകളെ നല്ല രീതിയിൽ കിട്ടില്ല. ആരോഗ്യമുള്ള തൈകൾ വേണമല്ലോ. അപ്പോൾ ഇങ്ങനെയായിട്ട് ഞാൻ എല്ലായിടത്തും പാകുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെ വിത്തിട്ടു, നല്ല രീതിയിൽ വീണോ എന്നൊക്കെ. അപ്പോൾ 2 ട്രേയിലും കഴിഞ്ഞ് പിന്നെയും ബാക്കി കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വേറെ മാറ്റി നട്ടു. അപ്പോൾ നമ്മൾ മണ്ണൊക്കെ ചേർത്ത് നല്ല രീതിയിൽ നട്ടല്ലോ. ഇനി നമുക്കതിൽ കുറച്ച് വെള്ളവും കൂടി നല്ല രീതിയിൽ ഒഴിക്കാം. ഒരു 3 ദിവസം കഴിയുമ്പോഴേക്കും മുള പൊട്ടു കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. ഇതുപോലെ ഒഴിച്ചാൽ നമ്മുടെ ഇലയൊക്കെ അങ്ങ് ഒടിഞ്ഞു കെട്ടി വീഴും. അപ്പോൾ ഇനി ഇവർ വളരട്ടെ, 3 ദിവസം കഴിയട്ടെ കേട്ടോ. ഏകദേശം നമ്മൾ നല്ല രീതിയിൽ മണ്ണിനെ സ്നേഹിച്ചാൽ ഇത്രയും നല്ല രീതിയിൽ ചീര ഉണ്ടാവും. ഇത്രേ ഉള്ളൂ. ബൈ.